ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ശൈത്യകാലത്തിൻ്റെ ആരംഭത്തോടെ ഒട്ടുമിക്ക ആളുകളും നേരിട്ടൊരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് കനത്ത ചുമയും പനിയും ജലദോഷവും. പനി മാറിയ ശേഷവും വിട്ടുമാറാത്ത ചുമ പലരെയും അലട്ടുന്നൊരു പ്രധാന പ്രശ്നമാണ്. സാധാരണഗതിയിൽ പനി, ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങൾ 4-5 ദിവസത്തിനുള്ളിൽ മാറുമെങ്കിലും ചുമ മാത്രം ആഴ്ചകളോളം നീണ്ടു നിൽക്കാറുണ്ട്. ഇതിനെ വൈദ്യശാസ്ത്രത്തിൽ പോസ്റ്റ് ഇൻഫെക്ഷ്യസ് കഫ് എന്നാണ് വിളിക്കുന്നത്. പനി മാറിയിട്ടും എന്തുകൊണ്ടാണ് ചുമ നിലനിൽക്കുന്നത് എന്നും ഇത് എങ്ങനെ പ്രതിരോധിക്കാമെന്നും വിശദമായി നോക്കാം. പനി ഉണ്ടാക്കുന്ന വൈറസുകൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശ്വാസനാളത്തിലെ കോശങ്ങളെ അവ നശിപ്പിക്കാറുണ്ട്. പനി മാറിയാലും ഈ കോശങ്ങൾ പൂർവ്വസ്ഥിതിയിലാകാൻ സമയമെടുക്കും. ഈ സമയത്ത് ശ്വാസനാളം അതീവ സെൻസിറ്റീവായി മാറുന്നു. വായുസഞ്ചാരം നടക്കുമ്പോഴോ തണുത്ത കാറ്റടിക്കുമ്പോഴോ പൊടിപടലങ്ങൾ ഉള്ളിലെത്തുമ്പോഴോ ശ്വാസനാളം പെട്ടെന്ന് പ്രകോപിപ്പിക്കപ്പെടുകയും അത് നിർത്താതെയുള്ള ചുമക്ക് കാരണമാവുകയും ചെയ്യുന്നു. സാധാരണയായി 3 ആഴ്ച വരെ ഇത്തരത്തിലുള്ള ചുമ നീണ്ടുനിൽക്കാം. ഇതിനെ ശരീരം ശ്വാസകോശത്തെ സംരക്ഷിക്കാൻ നടത്തുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമായും കണക്കാക്കാം. മറ്റൊരു പ്രധാന കാരണം ശ്വാസനാളത്തിൽ അടിഞ്ഞുകൂടുന്ന കഫത്തിൻ്റെ അംശമാണ്. പനി മാറിയാലും ശ്വാസകോശത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ കഫം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പുറന്തള്ളാനായി ശരീരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് തുടർച്ചയായ ചുമയായി അനുഭവപ്പെടുന്നത്. കൂടാതെ പനിക്ക് ശേഷമുണ്ടാകുന്ന പോസ്റ്റ് നേസൽ ഡ്രിപ്പ് എന്ന അവസ്ഥയും ഇതിന് കാരണമാകുന്നു. മൂക്കിനുള്ളിലെ ദ്രാവകം തൊണ്ടയുടെ പിൻഭാഗത്തേക്ക് ഒഴുകുന്നത് തൊണ്ടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ചുമ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ആസ്മയോ അലർജിയോ ഉള്ളവരിൽ ഈ ചുമ കൂടുതൽ കാലം നീണ്ടുനിൽക്കാൻ സാധ്യതയുണ്ട്. വിട്ടുമാറാത്ത ഈ ചുമയെ പ്രതിരോധിക്കാൻ പ്രകൃതിദത്തമായ മാർഗങ്ങളും ശരിയായ ജീവിതശൈലിയും സ്വീകരിക്കാവുന്നതാണ്. ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇത് കഫത്തെ അലിയിച്ചു കളയാനും ശ്വാസനാളത്തിലെ ഈർപ്പം നിലനിർത്താനും സഹായിക്കും. ഉപ്പുവെള്ളം ഉപയോഗിച്ച് തൊണ്ട കുലുക്കുകയെന്നത് തൊണ്ടയിലെ നീർക്കെട്ട് കുറയ്ക്കാനും അണുക്കളെ നശിപ്പിക്കാനും സഹായിക്കും. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് 1 ടീസ്പൂൺ തേൻ കഴിക്കുന്നത് തൊണ്ടയിലെ അസ്വസ്ഥത കുറയ്ക്കാൻ ഫലപ്രദമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കൂടാതെ ആവി പിടിക്കുന്നത് ശ്വസന തടസ്സം മാറാനും കഫം പുറത്തുപോകാനും ഏറെ നല്ലതാണ്. ജീവിതശൈലിയിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന് വേഗത്തിൽ മുക്തി നേടാൻ സഹായിക്കും. പുകവലി, പൊടിപടലങ്ങൾ, രൂക്ഷമായ ഗന്ധമുള്ള പെർഫ്യൂമുകൾ, AC-യുള്ള മുറി എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കണം. കിടക്കുമ്പോൾ തല അല്പം ഉയർത്തിവെച്ച് ഉറങ്ങുന്നത് ശ്വാസംമുട്ടലും ചുമയും കുറയ്ക്കാൻ സഹായിക്കും. തണുത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളും ഈ സമയത്ത് ഒഴിവാക്കണം. പകരം ഇഞ്ചി, കുരുമുളക്, തുളസി എന്നിവ ചേർത്ത വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. വൈറ്റമിൻ C അടങ്ങിയ പഴങ്ങൾ കഴിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. പനിക്ക് ശേഷമുള്ള ചുമ മിക്കപ്പോഴും താൽക്കാലികവും അപകടകരമല്ലാത്തതുമാണ്. ശരിയായ വിശ്രമവും ഭക്ഷണക്രമവും ഉണ്ടെങ്കിൽ ഇത് സ്വാഭാവികമായി ഭേദമാകും. എന്നാൽ ചുമ 3 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ ചുമക്കൊപ്പം രക്തം വരികയോ ശ്വാസംമുട്ടൽ അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. കാരണം ഇത് ന്യൂമോണിയയോ മറ്റു ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങളോ ആയി മാറാൻ സാധ്യതയുണ്ട്. കൃത്യമായ പരിചരണവും മുൻകരുതലും ഉണ്ടെങ്കിൽ പനിക്ക് ശേഷമുള്ള ഈ അസ്വസ്ഥതയെ നമുക്ക് എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.